ഹലോ മക്കളെ, അപ്പൊ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ് എന്ന് പറയുന്ന +1 ബയോളജിയിലെ ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് നമുക്ക് നോക്കാം. യെസ്, ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഫ്രോഗിനെ പറ്റിയാണ്. പോയിക്കുലോതേർമിക് ആണ്, അല്ലെങ്കിൽ കോൾഡ് ബ്ലഡഡ് ആനിമൽ ആണ് ഫ്രോഗ് എന്ന് നമുക്കറിയാം. അത് ക്യാമോഫ്ലേജ് കാണിക്കാറുണ്ട് അല്ലെ. ക്യാമോഫ്ലാഷ് എന്ന് പറയുന്ന ഒരു നമുക്ക് കളർ മാറാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു ക്യാരക്ടർ കാണിക്കുന്നു. ദെൻ മിമിക്രി ആൻഡ് എസ്റ്റിവേഷൻ, ഹൈബർനേഷൻ എന്ന് പറയുന്നത് സമ്മർ സ്ലീപ്പ് ആൻഡ് വിന്റർ സ്ലീപ്പ് ആണ്. ഇത് ഫ്രോഗിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതുപോലെ മോർഫോളജിയിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് നിക്റ്റിറ്റേറ്റിംഗ് മെംബ്രെയിൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ആൻഡ് ടിംപാനം എന്ന് പറയുന്നത് നമുക്ക് ചെവിക്ക് പകരമായിട്ട് ഫ്രോഗിനുള്ളതാണ്. ആൻഡ് സെക്ഷൽ ഡൈമോർഫിസം, രണ്ട് ഫ്രോഗും മെയിലും ഫീമെയിലും ഡിഫറെന്റ് ആണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി അനാട്ടമിയിലോട്ട് കടന്നു വരുമ്പോൾ നമുക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റം ചോദിച്ച് കാണാറുണ്ട്. ആൻഡ് സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നതും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. റീപ്രൊഡക്റ്റീവ് സിസ്റ്റം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്രോഗിന്റെ നിങ്ങൾ സെപ്പറേറ്റ് ചെയ്ത് തന്നെ വരച്ച് തന്നെ ഈ കാര്യങ്ങളെല്ലാം പഠിക്കുക, അനാട്ടമി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ ആരും ഇതൊന്നും മിസ് ചെയ്യരുത് കേട്ടോ.